വമ്പൻ സ്രാവുകളോട് വിട്ടുവീഴ്ചയില്ലാത്ത നടപടി. അംബാനിയുടെ 10,117 കോടി രൂപയുടെ ആസ്തികൾ കണ്ടുകെട്ടി. വർഷങ്ങളായി വിമർശകർ ഉയർത്തിയിരുന്ന ഒരു ആരോപണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മോദി സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ ഉപകരണം മാത്രമാണ്, അംബാനിയെയും അദാനിയെയും ഒന്നും മോദി സർക്കാർ തൊടില്ല എന്നൊക്കെ. എന്നാൽ ഇന്നത്തെ സംഭവ വികാസം ഈ രണ്ട് വാദങ്ങളെയും ഒറ്റയടിക്ക് തകർത്തെറിയുകയാണ്. അനിൽ അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള 1,120 കോടി രൂപയുടെ ആസ്തികൾ കൂടി ഇഡി ഇന്ന് കണ്ടുകെട്ടി. ഇതോടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മൊത്തം കണ്ടുകെട്ടിയ ആസ്തികളുടെ മൂല്യം 10,117 കോടി രൂപയായി ഉയർന്നു. ശക്തർക്ക് മുന്നിൽ ഇഡി മൃദു സമീപനം കാട്ടുന്നു, കണ്ണടയ്ക്കുന്നു എന്നിങ്ങനെയുള്ള ആരോപണങ്ങളുടെ മുനയൊടിക്കുകയാണ് ഈ ഞെട്ടിക്കുന്ന നടപടിയിലൂടെ ഇഡി. അനിൽ അംബാനിക്കെതിരായ 17,000 കോടി രൂപയുടെ വൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് പുതിയ നടപടി. ഈ കേസിൽ അംബാനിയെ ഇഡി നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. കണ്ടുകെട്ടിയ സ്ഥാപന ജംഗമ വസ്തുക്കൾ ഇവയാണ്. പ്രോപ്പർട്ടികൾ: റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ 7 പ്രോപ്പർട്ടികൾ, റിലയൻസ് പവറിന്റെ 2 പ്രോപ്പർട്ടികൾ, റിലയൻസ് വാല്യൂ സർവീസസിന്റെ 9 പ്രോപ്പർട്ടികൾ. നിക്ഷേപങ്ങൾ എന്ന് പറയുമ്പോൾ റിലയൻസ് വാല്യൂ സർവീസിന്റെ പേരിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, റിലയൻസ് വെഞ്ചർ അസറ്റ് മാനേജ്മെന്റ്, ആധാർ പ്രോപ്പർട്ടി കൺസൾട്ടൻസി, ഗെയിംസ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ്, ഫീ മാനേജ്മെന്റ് സൊല്യൂഷൻസ് ഉൾപ്പെടെയുള്ള അനുബന്ധ കമ്പനികളുടെ നിക്ഷേപങ്ങളും പിടിച്ചെടുത്തു. വൻതോതിലുള്ള വായ്പകൾക്ക് വേണ്ടി ബാങ്ക് പ്രൊമോട്ടർമാർക്ക് കൈക്കൂലി നൽകിയതിന്റെ സാധ്യതകളും ഇഡി പരിശോധിക്കുന്നുണ്ട്. ഈ വായ്പകളാണ് തട്ടിപ്പ് ശൃംഖലയ്ക്ക് സഹായകരമായതെന്നാണ് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ ഒക്ടോബറിൽ അനിൽ അംബാനിയുടെ ADA കമ്പനിക്കെതിരെ 2006 മുതലുള്ള 28,874 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് ആരോപിച്ച് കോബ്ര പോസ്റ്റ് ഒരു അന്വേഷണാത്മക റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. ഷെൽ കമ്പനികൾ വഴി പണം വകമാറ്റിയെന്നും 13,048 കോടി രൂപയുടെ വിദേശ നിക്ഷേപങ്ങളും ഒരു ആഡംബര യാച്ചും ഇതിൽ ഉൾപ്പെടുന്നുവെന്നും ആരോപണം ഉയർന്നിരുന്നു. വിവിധ ഷെൽ കമ്പനികൾക്ക് മാറ്റിയ പണമെല്ലാം അനിൽ അംബാനിയുടെ ആഡംബര ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായി കോബ്ര പോസ്റ്റ് കണ്ടെത്തി. ഇതോടെ ഇഡി രാഷ്ട്രീയ എതിരാളികളെ മാത്രം ലക്ഷ്യമിടുന്നു എന്ന വാദവും വമ്പന്മാർക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നു എന്ന വാദവും അപ്രസക്തമാവുകയാണ്. മോദി സർക്കാരിന്റെ ഭരണത്തിൽ തട്ടിപ്പുകാർ ഏത് കൊലകൊമ്പനായാലും പൂട്ടിയിരിക്കുമെന്നും ഇഡി ഒരു രാഷ്ട്രീയ ഉപകരണമല്ല, മറിച്ച് രാജ്യത്തിന്റെ ഒരു ശുദ്ധീകരണ സേനയാണെന്നുമുള്ള ഒരു ഉറച്ച സന്ദേശമാണ് ഈ നടപടിയിലൂടെ നൽകുന്നത്. ന്യൂസ് ഡെസ്ക്.